നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷന് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷിച്ച പേരറിവാളൻ ഇനി വക്കീൽ. രാജ്യത്ത് കടുവകളുടെ കൂട്ടമരണം. 2 വർഷത്തിനിടെ ചത്തത് 88 കടുവകൾ. കാരണങ്ങൾ ഇന്നും ദുരൂഹം. സംസ്ഥാനത്ത് അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം. 6-നും 12-നും ഇടയിൽ കറന്റ് പോകും. ലോഡ് ഷെഡിംഗ് അല്ല, വൈദ്യുതി നിയന്ത്രണമാണ്. വൈദ്യുതി ഉപഭോഗം കൂടുന്ന മേഖലകളിലായിരിക്കും നിയന്ത്രണം ഉണ്ടാവുക എന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഉത്തരേന്ത്യൻ ലോഡ് ഷെഡിംഗ് രൂക്ഷം. രാജസ്ഥാനിൽ പവർ കട്ടായത് 6 മണിക്കൂർ. പഞ്ചാബിൽ വൈദ്യുതി മുടങ്ങിയത് 8-10 മണിക്കൂർ വരെ. SSLC പരീക്ഷാ ഫലം 15-ന്, ഹയർ സെക്കൻഡറി ഫലം 22-ന്. പണം നൽകാൻ അക്കൗണ്ട് ഉടമ വരണമെന്ന് ബാങ്ക്. സഹോദരിയുടെ അസ്ഥികുടം ചുമന്ന് എത്തി വയോധികൻ. ബംഗാളി അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. സിനിമാ ആസ്വാദകർക്ക് പുത്തൻ ദൃശ്യവിസ്മയം. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്പെറന്റ് LED സ്ക്രീൻ കേരളത്തിൽ. പ്രീ പ്രൈമറി പ്രവേശനം മൗലികാവകാശം. മാനേജ്മെന്റുകൾക്ക് നിഷേധിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം. 6-നും 12-നും ഇടയിൽ കറന്റ് പോകും. അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാത്രി 6 മണി മുതൽ രാത്രി 12 മണിയുള്ള സമയത്താണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB ഉന്നതതല യോഗം തീരുമാനിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത്. ലോഡ് ഷെഡിംഗ് അല്ല, വൈദ്യുതി നിയന്ത്രണമാണ് എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വൈദ്യുതി ഉപഭോഗം കൂടുന്ന മേഖലകളിലായിരിക്കും നിയന്ത്രണം ഉണ്ടാവുക. ഉപഭോഗം കൂടുമ്പോൾ ട്രിപ്പാകും. അത് 10 മിനിറ്റ് വരെ ആയിരിക്കും. ഇത് സാഹചര്യങ്ങൾ അനുസരിച്ച് നിയന്ത്രണം ലഘൂകരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക അശ്യാന അഷ്റഫ് കൂടെ ചേരുന്നു. സംസ്ഥാനത്ത് അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം. 6-നും 12-നും ഇടയിൽ കറന്റ് പോകും. സംസ്ഥാനത്ത് ദിവസം അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണം. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ KSEB ഉന്നതതല യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കുതിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത്. പീക്ക് സമയത്തെ അമിത ലോഡ് നിയന്ത്രിക്കുന്നതിനായി 30 മിനിറ്റിൽ താഴെയുള്ള നിയന്ത്രണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റ് ലോഡ് ഡിസ്പാച്ച് സെന്റർ ചീഫ് എഞ്ചിനീയർക്ക് അധികൃതർ അനുമതി നൽകിയിട്ടുണ്ട്. ലോഡ് ഷെഡിംഗ് എന്ന വാക്ക് ഒഴിവാക്കി പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാകും ഈ നിയന്ത്രണം നടപ്പിലാക്കുക. ഓരോ പ്രദേശത്തും ഏകദേശം 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി വർദ്ധിക്കുന്നത് പ്രസരണ വിതരണ മേഖലയെയും ഗ്രിഡിന്റെ സുരക്ഷതയും ബാധിക്കാതിരിക്കാനാണ് ഈ മുൻകരുതൽ നടപടി. കടുത്ത വേനൽ ചൂട് കാരണം സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നതാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം. പലയിടത്തും താപനില 38 ഡിഗ്രി സെൽഷ്യസിന് വരെ എത്തിയതോടെ AC-കളുടെയും ഫാനുകളുടെയും ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചു. കൂടാതെ കേന്ദ്ര പൂളിൽ നിന്നുള്ള വൈദ്യുതി വിഹിതത്തിൽ ഏകദേശം 200 മെഗാവാട്ടിന്റെ കുറവ് അനുഭവപ്പെടുന്നതും ഇടുക്കി അടക്കമുള്ള പ്രധാന അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുന്നതും പ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപ്രസക്തമായ നടന്നിരിക്കുന്ന നിയന്ത്രണങ്ങൾ ഇനി മുതൽ ഔദ്യോഗികമായി തുടരുമെന്നാണ് KSEB നൽകുന്ന സൂചന. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ പൊതുജനങ്ങൾ പരമാവധി സഹകരിക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചു. വൈകിട്ട് 6 മണി മുതൽ 12 വരെയുള്ള സമയങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കണം. AC-യുടെ താപനില 24 ഡിഗ്രിക്കും 26 ഡിഗ്രിക്കും ഇടയിൽ ക്രമീകരിക്കുകയും അത്യാവശ്യമുള്ള മുറികളിൽ മാത്രം ഉപയോഗം പരിമിതപ്പെടുത്തുകയും ചെയ്യുക. പീക്ക് സമയത്ത് ഇൻഡക്ഷൻ കുക്കർ, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ്, ഇലക്ട്രിക് ഹീറ്റർ, അയൺ ബോക്സ് തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കണമെന്നും KSEB നിർദ്ദേശിച്ചു. ഇന്ധന പ്രതിസന്ധിക്ക് പിന്നാലെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗം വർദ്ധിച്ചു. ഇലക്ട്രിക് വാഹന ചാർജിംഗ് കൂടി. വേനൽ ചൂട് രൂക്ഷമായതോടെ കടുത്ത വൈദ്യുതി പ്രതിസന്ധിയാണ് കേരളം നേരിടുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്ന പീക്ക് സമയം വൈദ്യുതി ഉപയോഗം ഏപ്രിൽ 27-ന് സർവകാല റെക്കോർഡായ 118.26 ദശലക്ഷം യൂണിറ്റിലേക്ക് എത്തി. വൈകുന്നേരം 6-ന് ശേഷമുള്ള വൈദ്യുതി ആവശ്യകതയും ചരിത്രത്തിൽ ആദ്യമായി 6333 മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്ക് ഉയർന്നു. ഏപ്രിൽ 23-ന് രാത്രി 10:30-ന് 1 മിനിറ്റ് നേരം 6195 മെഗാവാട്ട് വരെ ആവശ്യകത കൂടുകയുണ്ടായി. വൈദ്യുതി ആവശ്യകതയിലുണ്ടായ അപ്രതീക്ഷിതമായ വർധനയാണ് പ്രതിസന്ധിക്ക് കാരണമായത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ പാചകവാത ക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് പാചകത്തെ അധികമായി ആശ്രയിച്ചു. പീക്ക് സമയത്താണ് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗം കൂടുതലായുള്ളത്.
കൂടാതെ വൈകുന്നേരം 6 മണിക്ക് ശേഷമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങിനും ചൂടിനെ തുടർന്ന് വർദ്ധിച്ച AC-യുടെ ഉപയോഗവും പ്രതിസന്ധി രൂക്ഷമാക്കി. ഇവയാണ് വൈദ്യുതി ആവശ്യകത കുത്തനെ കൂടാൻ കാരണമായതായി ഊർജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ IAS-ന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തിയത്. പൊതുജനങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയുമെന്നും യോഗം വിലയിരുത്തി. പ്രതിസന്ധി നേരിടുന്നതായി രാത്രിയിൽ അരമണിക്കൂറിൽ താഴെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെയുള്ള സമയത്താണ് 30 മിനിറ്റിൽ താഴെയുള്ള വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. കൂടാതെ വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെ പൂർണ്ണമായി ഒഴിവാക്കി പകൽ സമയത്തേക്ക് ക്രമീകരിക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. രാത്രി സമയങ്ങളിൽ AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരണം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം വലിയ തോതിൽ വൈദ്യുതി ലാഭിക്കാനാകും. ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗവും ഈ സമയത്ത് പരമാവധി ഒഴിവാക്കണം. വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഹീറ്റർ, അയൺ, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗം ഈ സമയത്ത് ഒഴിവാക്കണം. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകൾ അണയ്ക്കണം. വൈദ്യുതി ഉത്തരവാദിത്തം പൂർണ്ണമായ ഉപയോഗം സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് എനർജി മാനേജ്മെന്റ് സെന്ററിനെ ചുമതലപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. രാജീവ് ഗാന്ധി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് 31 വർഷത്തിലേറെ ജയിൽവാസം അനുഭവിച്ച AG പേരറിവാളൻ അഭിഭാഷകനായി എൻറോൾ ചെയ്തു. തിങ്കളാഴ്ചയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ തമിഴ്നാട് പുതുച്ചേരി ബാർ അസോസിയേഷനിൽ അദ്ദേഹം എൻറോൾ ചെയ്തത്. മദ്രാസ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യും. 1991 രാജീവ് ഗാന്ധി വധക്കേസിലെ 7 പ്രതികളിൽ ഒരാളായിരുന്നു പേരറിവാളൻ. ബോംബ് നിർമ്മാണത്തിനായി 9 വോൾട്ട് ബാറ്ററി നൽകി എന്നാരോപിച്ച് 19-ാം വയസ്സിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. നീണ്ട നിയമപോരാട്ടങ്ങൾക്കൊടുവിലാണ് മോചിതനായത്. 2018 സെപ്റ്റംബറിലാണ് പേരറിവാളിനെ വിട്ടേക്കാമെന്ന് തമിഴ്നാട് ശുപാർശ ചെയ്തത്. ബംഗളൂരുവിലെ ഡോക്ടർ BR അംബേദ്കർ ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടിയ പേരറിവാളൻ 2025-ലാണ് ഓൾ ഇന്ത്യ ബാർ പരീക്ഷ പാസ്സായത്. തൻ്റെ ദീർഘകാലത്തെ നിയമപോരാട്ടമാണ് നിയമം പഠിക്കാൻ പ്രചോദനമായതെന്നും അന്യായമായി തടവിൽ കഴിയുന്നവരെ സഹായിക്കാനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പണം നൽകാൻ അക്കൗണ്ട് ഉടമ വരണമെന്ന് ബാങ്ക്. സഹോദരിയുടെ അസ്ഥികൂടം ചുമന്നെത്തി വയോധികൻ. മരിച്ചുപോയ സഹോദരിയുടെ അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ അസ്ഥികൂടവുമായി ബാങ്കിലെത്തി വയോധികൻ. ഒഡീഷയിലെ ക്യോഞ്ചർ ജില്ലയിലെ മാലിപ്പോസി ഗ്രാമീൺ ബാങ്ക് ശാഖയിലാണ് സംഭവം. ഡയാനാലിസ സ്വദേശി ജീതു മുണ്ട 50 ആണ് തൻ്റെ മരിച്ച സഹോദരി കൽറ മുണ്ടയുടെ അസ്ഥികൂടവുമായി എത്തിയത്. ജനുവരി 26 മരിച്ച കൽറയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 20,000 രൂപ പിൻവലിക്കാൻ ജീതു പലതവണ ബാങ്കിനെ സമീപിച്ചിരുന്നു. എന്നാൽ മരണ സർട്ടിഫിക്കറ്റും മറ്റു രേഖകളും ഹാജരാക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. രേഖകൾ സംഘടിപ്പിക്കാൻ കഴിയാതിരുന്നതോടെ മരണത്തിന് തെളിവായി സഹോദരിയുടെ ശവക്കല്ലറ തുറന്ന് അസ്ഥികൂടം ബാങ്കിൽ എത്തിക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പടാന പോലീസ് ഇടപെട്ടാണ് സ്ഥിതി ശാന്തമാക്കിയത്. ഗോത്ര വർഗ്ഗക്കാരനായ ജീത്തുവിന് നടപടിക്രമങ്ങൾ വിശദീകരിച്ചു നൽകുന്നതിൽ ബാങ്ക് അധികൃതർ വീഴ്ച പറ്റിയതായി പോലീസ് പറഞ്ഞു. തുടർന്ന് അസ്ഥികൂടം വീണ്ടും സംസ്കരിക്കുകയും ജീതുവിന് പണം നൽകാൻ അധികൃതർ നിർദ്ദേശിക്കുകയും ചെയ്തു. SSLC പരീക്ഷാ ഫലം 15-ന്, ഹയർ സെക്കൻഡറി ഫലം 22-ന്. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം മെയ് 15-ന് പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പരീക്ഷാഫല പ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനർമൂല്യനിർണ്ണയം അപേക്ഷ സ്വീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മെയ് അവസാന വാരം അതിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മെയ് 22 ആയിരിക്കും പ്രഖ്യാപിക്കുക. +1 പരീക്ഷാ ഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കും. പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ 2000-ൽ അധികം അധ്യാപകർ പങ്കെടുക്കുന്നില്ല. കർശനമായ നിലപാട് ഇതിൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പഠന പിന്തുണ ക്ലാസ് സംബന്ധിച്ച വിഷയത്തിലും അദ്ദേഹം മറുപടി നൽകി. അധ്യാപകർ എവിടെയും നിലവിൽ ക്ലാസ് തടസ്സപ്പെടുത്തിയിട്ടില്ല. എല്ലായിടത്തും കൃത്യമായി നടക്കുന്നു. ഏതെങ്കിലും സ്കൂളിൽ പഠന പിന്തുണ ക്ലാസ് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ പരിശോധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് 2020-നും 2021-നും ഇടയിലുണ്ടായ കടുവ മരണങ്ങളിൽ ദുരൂഹത ഏറുന്നു. 2 വർഷത്തിനിടെ 88 കടുവകൾ ചത്തതായാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ മരണങ്ങളുടെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താൻ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നത് വലിയ ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നു. രാജ്യത്തെ വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നതാണ് പുറത്തുവന്ന പുതിയ കണക്കുകൾ. സാധാരണയായി വാർദ്ധക്യ സഹജമായ
കാരണങ്ങളോ ഇരപിടിയന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലോ മൂലമാണ് കടുവകൾ ചാവുന്നത്. എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ 88 കേസുകളിൽ സ്വാഭാവിക മരണമാണോ അതോ വേട്ടയാടൽ പോലുള്ള അസ്വാഭാവിക കാരണങ്ങളാണോ ഉള്ളതെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, അസം, കർണാടക, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കടുവ മരണങ്ങൾ കൂടുതലായി കാണപ്പെട്ടത്. മരണ കാരണങ്ങൾ കണ്ടെത്താനായി NTCA അന്വേഷണം തുടരുകയാണെങ്കിലും ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം തിരിച്ചടിയാകുന്നുണ്ട്. ഇന്ത്യയിലെ കടുവ സങ്കേതങ്ങളിലെ സുരക്ഷയെക്കുറിച്ചും നിരീക്ഷണ സംവിധാനങ്ങളെക്കുറിച്ചും ഗൗരവകരമായ ചർച്ചകൾക്ക് ഈ വിവരാവകാശ രേഖകൾ തുടക്കമിട്ടിരിക്കുകയാണ്. വന്യജീവി സംരക്ഷണ രംഗത്തെ വിദഗ്ധർ ഈ ദുരൂഹത നീക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുന്നു. പ്രീ പ്രൈമറി പ്രവേശനം മൗലികാവകാശം മാനേജ്മെന്റുകൾക്ക് നിഷേധിക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. പ്രീ പ്രൈമറി ക്ലാസുകളിലേക്കുള്ള കുട്ടികളുടെ പ്രവേശനം ദേശീയ ദൗത്യമായി കണക്കാക്കണമെന്ന് സുപ്രീം കോടതി. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് സർക്കാർ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാൻ സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. പ്രവേശന മാനേജ്മെന്റുകൾക്ക് സ്വന്തം നിലയിൽ നിഷേധിക്കാനാവില്ല. ലക്നൗ പബ്ലിക് സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ലഭിച്ച ഒരു പെൺകുട്ടിയുടെ അഡ്മിഷൻ സ്കൂൾ അധികൃതർ തടഞ്ഞുവെച്ചതിന് എതിരായ കേസിൽ വിദ്യാലയ മാനേജ്മെന്റിന്റെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ സെക്ഷൻ 12 പ്രകാരം സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി അവരുടെ അയൽപക്കത്തെ സ്കൂളുകളിൽ 25% സീറ്റുകൾ മാറ്റിവെക്കണം. ഇത് സമൂഹത്തിന്റെ സാമൂഹിക ഘടനയിൽ മാറ്റം വരുത്താൻ ശേഷിയുള്ളതും അതിനായി ലക്ഷ്യം വെച്ചുള്ളതുമായ ഒന്നാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ തയ്യാറാക്കുന്ന അർഹരായ കുട്ടികളുടെ ലിസ്റ്റിൽ മാറ്റം വരുത്താനോ അവരുടെ യോഗ്യത പരിശോധിക്കാനോ ഉള്ള അധികാരം സ്വകാര്യ സ്കൂളുകൾക്കില്ല. ലിസ്റ്റ് ലഭിച്ചാൽ ഒട്ടും വൈകാതെ പ്രവേശനം നൽകണം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഭരണഘടന ഉറപ്പാക്കുന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണ്. നിയമം കൃത്യമായി നടപ്പാക്കിയില്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശം വെറും വാഗ്ദാനമായി അവശേഷിക്കുമെന്നും ആർട്ടിക്കിൾ 21 മുൻനിർത്തി കോടതി മുന്നറിയിപ്പ് നൽകി. പ്രവേശനം നിഷേധിക്കപ്പെടുന്ന രക്ഷിതാക്കളുടെ പരാതികളിൽ എത്രയും വേഗം പരിഹാരം കാണാൻ സിവിൽ ഭരണഘടനാ കോടതികൾ നടപടിയെടുക്കണം. വിദ്യാഭ്യാസ അവകാശം എന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശമാണ്. പ്രീ പ്രൈമറി പ്രവേശനം ഉറപ്പാക്കുന്നത് കേവലം കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമല്ല, മറിച്ച് ഭരണഘടന വിഭാവനം ചെയ്യുന്ന പദവിയിലെ സമത്വം ഉറപ്പാക്കാനുള്ള ചുവടുവെപ്പാണ് എന്നും ജസ്റ്റിസ് PS നരസിംഹ എടുത്തു പറഞ്ഞു. ലക്നൗ പബ്ലിക് സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ലഭിച്ച ഒരു പെൺകുട്ടിയുടെ അഡ്മിഷൻ സ്കൂൾ അധികൃതർ തടഞ്ഞു വെച്ചിരുന്നു. കുട്ടിയുടെ യോഗ്യതയിൽ സംശയമുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇത്. ഇതിനെതിരെ കുട്ടി ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്തു. ഹൈക്കോടതിയുടെ ഈ വിധിക്കെതിരെ സ്കൂൾ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. ഇന്ത്യൻ വിപണി ന്യൂസിലാൻഡിന് അടിയറ വെച്ചു. മീനും പാലുൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യും. മോദി സർക്കാർ ന്യൂസിലാൻഡുമായി ഒപ്പുവെച്ച സ്വതന്ത്രപരമായ കരാർ ഇന്ത്യയുടെ ക്ഷീര, മത്സ്യബന്ധന, കാർഷിക മേഖലകൾക്ക് കനത്ത തിരിച്ചടി. കാർഷികോൽപ്പന്നങ്ങളും മത്സ്യബന്ധവും അടക്കം ന്യൂസിലാൻഡിൽ നിന്നുമുള്ള 95% ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ഇന്ത്യ വെട്ടിക്കുറച്ചു. കരാർ നിലനിൽക്കുന്നവരോട് 50% ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇല്ലാതാകും. ശേഷിക്കുന്നവയുടെ ഇറക്കുമതി തീരുവ 7 മുതൽ 10 വർഷത്തിനിടെ ഇന്ത്യ വെട്ടിക്കുറയ്ക്കും. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പേരുകേട്ട ന്യൂസിലാൻഡിൽ നിന്നുമുള്ള ഇറക്കുമതി തീരുവ രഹിതമാകുന്നതോടെ വലിയ തോതിൽ സമുദ്രോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകും. ആപ്പിൾ, കിവി പഴം, ചെറി തുടങ്ങിയ പഴവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവയിലും ഗണ്യമായി കുറയും. ആപ്പിളിന്റെ തീരുവ കുറയ്ക്കാൻ ആദ്യമായാണ് ഇന്ത്യ സന്നദ്ധമാക്കുന്നത്. തേനടക്കം വനവിഭവങ്ങളുടെ തീരുവയും കുറയ്ക്കും. ആട്ടിറച്ചിയും തീരുവരഹിതമാകും. ക്ഷീരോൽപ്പന്ന കയറ്റുമതിയിൽ ലോകത്തിൽ തന്നെ മുൻനിരയിലുള്ള രാജ്യമാണ് ന്യൂസിലാൻഡ്. ക്ഷീരമേഖലയിലെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രം അവകാശപ്പെട്ടെങ്കിലും ഒട്ടനവധി ക്ഷീരോൽപ്പന്നങ്ങളുടെ കയറ്റുമതി തീരുവ കുറയ്ക്കാമെന്ന ഉറപ്പ് നൽകി. നവജാത ശിശുക്കൾക്കായുള്ള
പാൽ അധിഷ്ഠിതമായ ഉൽപ്പന്നം, മിൽക്ക് പ്രോട്ടീൻ, പെപ്റ്റോൺ തുടങ്ങിയവയുടെ തീരുവ ഘട്ടം ഘട്ടമായി കുറക്കും. സമുദ്രോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയും ഘട്ടം ഘട്ടമായി ഇല്ലാതാകും. 45 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ന്യൂസിലാൻഡിൽ ചെറിയ വിപണി ലഭ്യമാക്കുന്നതാണ് 150 കോടി ജനങ്ങളുടെ വമ്പൻ വിപണി ഇന്ത്യ തുറന്നുകൊടുത്തത്. ന്യൂസിലാൻഡ് പാർലമെന്റിന്റെ അംഗീകാരം കൂടി കിട്ടിയാൽ കരാർ പ്രാബല്യത്തിലാകും. അതേസമയം ഇന്ത്യയിൽ പാർലമെന്ററി അനുമതി ആവശ്യമില്ല. കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഞ്ചസാര, എണ്ണ, റബ്ബർ എന്നിവയെ കരാറിൽ നിന്നും ഒഴിവാക്കിയത് നേട്ടമായി പീയൂഷ് ഗോയൽ അവകാശപ്പെട്ടു. എന്നാൽ ഈ ഉൽപ്പന്നങ്ങളൊന്നും ന്യൂസിലാൻഡിൽ കാര്യമായില്ല. മരുന്ന്, തുകൽ, പാദരക്ഷ, ടെക്സ്റ്റൈൽസ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതി തീരുവ രഹിതമാകും. UK, യൂറോപ്യൻ യൂണിയൻ എന്നിവയുമായുള്ള കരാറുകൾക്ക് പിന്നാലെയാണ് മോദി സർക്കാർ ന്യൂസിലാൻഡുമായും കരാർ ഒപ്പിട്ടത്. പഴയ നിയമലംഘനങ്ങൾക്ക് 50% ഇളവ്. എറണാകുളം RT ഓഫീസിൽ പെറ്റി പൂരം. ആദ്യ ദിനം പിരിഞ്ഞത് 12.5 ലക്ഷം. ഒരു ചെറിയ പെറ്റിയല്ല, അതടച്ചു തീർത്തേക്കാം എന്ന് കരുതി അദാലത്തിനെത്തിയ വണ്ടി ഉടമകൾ കാക്കനാട് എൻഫോഴ്സ്മെന്റ് RT ഓഫീസിൽ കണ്ടത് അമ്പരിപ്പിക്കുന്ന കാഴ്ച. വണ്ടി നമ്പർ കമ്പ്യൂട്ടറിൽ അടിച്ചപ്പോൾ ചിലർക്ക് കിട്ടിയത് 10 ചെലാൻ, മറ്റു ചിലർക്ക് 30, ഒരാൾക്ക് കിട്ടിയത് 60 നിയമലംഘനങ്ങൾ. ക്യാമറകൾ കൃത്യമായി പണിയെടുക്കുന്നുണ്ടെന്ന് ബോധ്യമായതോടെ പലരും തലയിൽ കൈവച്ചു. പഴയ ട്രാഫിക് നിയമലംഘനങ്ങൾ 50% ഇളവോടെ തീർപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും ചേർന്ന് നടത്തിയ അഡ്മിനിസ്ട്രേറ്റീവ് സ്കീം 2026 ഇ ചലാൻ അദാലത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. കളക്ടറേറ്റ് സമുച്ചയത്തിലെ എൻഫോഴ്സ്മെന്റ് RT ഓഫീസിലേക്ക് തിങ്കളാഴ്ച രാവിലെ മുതൽ വണ്ടിയുടമകളുടെ പ്രവാഹമായിരുന്നു. ഹെൽമറ്റ് ഇല്ലാത്ത യാത്ര, സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കൽ, ട്രിപ്പിൾ റൈഡിംഗ് എന്നിവയാണ് ക്യാമറയിൽ കുടുങ്ങിയവയിൽ ഭൂരിഭാഗവും. ഇത്രയും തവണ നിയമം ലംഘിച്ചിട്ടില്ല എന്ന് തർക്കിച്ചവർ മുന്നിൽ കൃത്യമായ ഫോട്ടോയും തെളിവുകളും ഉദ്യോഗസ്ഥർ നിരത്തിയതോടെ പലരും മുട്ടുമടക്കി. മൊബൈലിൽ വന്ന മെസ്സേജുകൾ ശ്രദ്ധിക്കാതിരുന്നത് പലർക്കും തിരിച്ചടിയായത്. എന്നാൽ വൻതുക പിഴയടക്കേണ്ട സ്ഥാനത്ത് പകുതി പണം നൽകിയാൽ മതിയെന്നാണ് വണ്ടിയുടമകൾക്ക് ആശ്വാസമായി. സിനിമാ ആസ്വാദകർക്ക് പുത്തൻ ദൃശ്യ വിസ്മയം. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്പെറന്റ് LED സ്ക്രീൻ കേരളത്തിൽ. ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ അഭിമാനിക്കാവുന്ന നേട്ടവുമായി നിർമ്മാതാവ് ലിസ്റ്റിൽ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് സിനിമാസ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പെറന്റ് LED സ്ക്രീൻ വിസ്മയം കൊച്ചി കാക്കനാടാണ് ഒരുങ്ങുന്നത്. കുന്നംകുളം പെരുമ്പാവിലെ ഫാൽക്കൺ മാളിൽ മാജിക് ഫ്രെയിംസിന്റെ പുതിയ തിയേറ്റർ സമുച്ചയം ഉദ്ഘാടനം ചെയ്യവെയാണ് ലിസ്റ്റിൽ ഈ അഭിമാനകരമായ നേട്ടത്തെ പറ്റി പങ്കുവച്ചത്. സിനിമ ആസ്വാദകർക്ക് ഏറ്റവും മികച്ച ദൃശ്യശ്രാവ്യം അനുഭവം നൽകുന്നതായി അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെയാണ് കാക്കനാട്ടെ തിയേറ്റർ സമുച്ചയം ഒരുങ്ങുന്നത്. മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പിന്റെ 45ാമത്തെ തിയേറ്ററാണ് പെരുമ്പിലാവിലേത്. നടൻ ടോവിനോ തോമസ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അർജുൻ അശോകൻ, ദിവ്യ പിള്ള, ഗ്രേസ് ആന്റണി, ഷീലു എബ്രഹാം തുടങ്ങിയ താരങ്ങൾ വിവിധ സ്ക്രീനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാതാക്കളായ ആൽവിൻ ആന്റണി, എബ്രഹാം മാത്യു തുടങ്ങിയ സിനിമാ മേഖലയിലുള്ളവരും പങ്കെടുത്തു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ സംഗമസ്ഥാനമായ പെരുമ്പിലാവിലെ സിനിമാ പ്രേമികൾക്ക് വലിയ ആവേശമാണ് ഈ പുതിയ തിയേറ്റർ സമുച്ചയം പകരുന്നത്. നിലവിൽ ഇവിടെ റിലീസിംഗ് തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല. ഹർത്താൽ ദിനത്തിലും വൻ ജനപങ്കാളിത്തമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായത്. 4 സ്ക്രീനുകളിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മെയ് 1 മുതൽ ചിത്രങ്ങളുടെ പ്രദർശനം ആരംഭിക്കും. ലോകത്തിലെ ആദ്യ ട്രാൻസ്പെറന്റ് LED തിയേറ്റർ സ്ക്രീൻ ദക്ഷിണ കൊറിയയിലെ സൗളിലാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്പെറന്റ് LED സ്ക്രീൻ ലിസ്റ്റിൽ സ്റ്റീഫന്റെ നേതൃത്വത്തിൽ കാക്കനാട് യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് അല്ല വൈദ്യുതി നിയന്ത്രണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വൈദ്യുതി ഉപഭോഗം കൂടുന്ന മേഖലകളിലായിരിക്കും നിയന്ത്രണം ഉണ്ടാവുക. ഉപഭോഗം കൂടുമ്പോൾ ഡ്രിപ്പ് ആകും. അത് 10 മിനിറ്റ് വരെ ആയിരിക്കും. ഇത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിയന്ത്രണം ലഘൂകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്ന് നല്ല മഴ ലഭിച്ചു. അതുകൊണ്ട് ഇന്ന് ഇളവുണ്ടാകും. ഇതുവരെ ഇല്ലാത്ത ഉഷ്ണതരംഗമാണ് ഉണ്ടായത്. ഗൾഫ് മേഖലയിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. ഗ്യാസ് ലഭിക്കാത്തത് മൂലം ജനങ്ങൾ ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറി. ഇതെല്ലാം ഉപഭോഗം വർദ്ധിപ്പിച്ചു എന്നും വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി വിതരണം തടസ്സരഹിതമായി നിയന്ത്രിക്കാൻ ഉപഭോക്താക്കളുടെ സഹകരണം KCB അഭ്യർത്ഥിച്ചു. വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മുതൽ രാത്രി 12 മണി വരെ പൂർണ്ണമായും ഒഴിവാക്കി. പകൽ സമയത്ത് ക്രമീകരിക്കണം. നിലവിലെ സാഹചര്യത്തിൽ രാത്രി സമയങ്ങളിൽ AC യുടെ ഉപയോഗം ഒഴിവാക്കാനാവില്ല.
എന്നാൽ താപനില 24-24 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തി കഴിയും. ഇങ്ങനെ ചെയ്യുന്നത് ശരീരത്തിന് ആരോഗ്യകരമാണെന്ന് മന്ത്രി മാത്രമല്ല വലിയ തോതിൽ വൈദ്യുതി ലഭ്യമാക്കാനാകും. എസിയുടെ ഉപയോഗം അത്യാവശ്യമുള്ള മുറികളിൽ മാത്രമായി ചുരുക്കാനും കഴിയും. ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം ഈ സമയത്ത് പരമാവധി ഒഴിവാക്കണം. വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഹീറ്റർ, അയൺ, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗം ഈ സമയത്ത് ഒഴിവാക്കാം. അത്യാവശ്യമല്ലാത്ത ലൈറ്റുകൾ അണയ്ക്കാം. ഉത്തരേന്ത്യയിൽ ലോഡ് ഷെഡിംഗ് രൂക്ഷം. രാജസ്ഥാനിൽ പവർ കട്ടായത് 6 മണിക്കൂർ. പഞ്ചാബിൽ വൈദ്യുതി മുടങ്ങിയത് 8-10 മണിക്കൂർ വരെ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലോഡ് ഷെഡിംഗ് രൂക്ഷം. രാജസ്ഥാനിൽ പവർ കട്ടായത് 6 മണിക്കൂർ. ജയ്പൂരിൽ കഴിഞ്ഞ ദിവസം കറന്റ് കട്ടായത് മണിക്കൂറുകൾ. പരാതി നൽകിയാലും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകൾ എടുക്കുന്നത് ഗ്രാമമേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. പഞ്ചാബിൽ വൈദ്യുതി മുടങ്ങിയത് 8-10 മണിക്കൂർ വരെയാണ്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് വൈദ്യുതി മുടങ്ങിയതെന്ന് പഞ്ചാബ് സർക്കാരിന്റെ വിശദീകരണം. എങ്കിലും വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലേക്ക് ഉയർന്നതാണ് റിപ്പോർട്ടുകൾ. 2 മാസത്തെ കണക്കുകൾ പ്രകാരം കൂടുതൽ പവർ കട്ട് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണെന്നും കേന്ദ്ര ഊർജ മന്ത്രാലയം വ്യക്തമാക്കി. കറന്റില്ലാത്തതിനെ തുടർന്ന് വീടിന് പുറത്തിറങ്ങി ഓടിയ കുട്ടിയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു. തീച്ചാമുണ്ടിയുടെ അഗ്നിപ്രവേശം. തൃച്ചംബരം വിക്രാനന്ദപുരം ക്ഷേത്ര കളിയാട്ടത്തോടനുബന്ധിച്ച് തീച്ചാമുണ്ടി തെയ്യക്കോലം കെട്ടിയാടി. കാക്കാഞ്ചാലിലെ KP ഷൈജു 43 കോലധാരി. തീച്ചാമുണ്ടി 72 തവണ അഗ്നി പുൽകി. ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുത്തു. കുളങ്ങര പുരയിൽ KP ചന്ദ്രൻ്റെയും KP സുലോചനയുടെയും മകനാണ് ഷൈജു. ഇത് 4ാം തവണയാണ് തീച്ചാമുണ്ടി കെട്ടിയാടുന്നത്. ബംഗാളിൽ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവസാനഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങി പശ്ചിമ ബംഗാൾ. പരസ്യപ്രചാരണം തിങ്കളാഴ്ച സമാപിച്ചു. ബുധനാഴ്ച വോട്ടെടുപ്പ്. നാദിയ, ഉത്തര, ദക്ഷിണ 24 പർഗാനസ്, കൊൽക്കത്ത, ഹൗറ, ഹുഗ്ലി, പൂർവ്വ ബർധമാൻ എന്നീ 7 ജില്ലകളിലായി 142 മണ്ഡലങ്ങൾക്കാണ് വോട്ടെടുപ്പ്. ഇടതുമുന്നണിയും തൃണമൂൽ കോൺഗ്രസും BJPയും കോൺഗ്രസും എല്ലായിടത്തും മത്സര രംഗത്തുണ്ട്. വലിയ ജനപങ്കാളിത്തമാണ് ഇടതുമുന്നണി പ്രചാരണത്തിൽ ഉണ്ടായത്. ചെറുപ്പക്കാർ വലിയ തോതിൽ അണിനിരന്നു. സ്ഥാനാർത്ഥികളിലും വലിയ ശതമാനം യുവാക്കളാണ്. തൃണമൂലിൻ്റെയും ആക്രമണം, അഴിമതിയും BJPയുടെ വർഗീയ വിദ്വേഷവും തുറന്നു കാട്ടുന്ന ഇടതുമുന്നണി മാത്രമാണ് ജനകീയ പ്രശ്നങ്ങൾ മുഖ്യമായും ഉന്നയിച്ചത്. സംഭവത്തോടനുബന്ധിച്ച് എല്ലാ മണ്ഡലങ്ങളിലും റോഡ് ഷോകളും റാലികളും നടന്നു. CPM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം, ഇടതുമുന്നണി ചെയർമാൻ ബിമൻ ബസു, CPM PB അംഗങ്ങളായ രാമചന്ദ്രനോ, ശ്രീദീപ് ഭട്ടാചാര്യ, ജിതിൻ ചൗധരി, മുതിർന്ന നേതാക്കളായ വൃന്ദ കാരാട്ട്, സൂര്യകാന്ത മിശ്ര എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾ പ്രചാരണത്തിൽ സജീവമായി അണിനിരന്നു. 23-ന് 152 മണ്ഡലങ്ങളിലേക്ക് നടന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ 93.19% പോളിംഗ് നടന്നത്. ഇതോടെ ഇന്നത്തെ